കോടതി വളവ് പോലെ ഒരു വളവായി മാറുകയാണ്. നീറമൺകര വളവ് എന്നുള്ള നിലയിലേക്ക് ഇത് മാറി വരികയാണ്. സിഗ്നൽ വിട്ട് കഴിഞ്ഞാൽ വണ്ടികളെല്ലാം 100-120 മൈലേജ് സ്പീഡിലാണ് വരുന്നത്. ഏറ്റവും കൂടുതലൂടെ വീഴുന്ന അപകടം പറ്റുന്ന എല്ലാം ചെറുപ്പക്കാർ പിള്ളേരാണ്. അവർക്ക് പെട്ടെന്ന് കയറണം. പിന്നെ പയ്യന്മാരാണെങ്കിൽ 3-4 പേരായിട്ട് വണ്ടിയിൽ കയറിയിട്ട് ഹെൽമെറ്റ് പോലും വെക്കാതെയാണ് പറത്തി കൊണ്ടുപോകണം. സിഗ്നൽ കഴിഞ്ഞ ഉടനെ പിന്നെ ഒറ്റ കത്തിപ്പാണ്. അത് ഇവിടെ ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ ഇതേപോലെ സേഫ്റ്റി കമ്പിയൊക്കെ ഉണ്ടായിരുന്നു. കരമന കളിയിക്കാവിള റോഡ് പാപ്പനംകോട് ഭാഗത്ത് നിന്ന് കരമന ഭാഗത്തേക്ക് പോകുന്ന യാത്രക്കാരെ കാത്തിരിക്കുന്നത് മരണക്കെണിയായ നീറമൺകര വളവാണ്. ഒരു മാസത്തിനിടെ 5 അപകടങ്ങളിൽ നിന്നായി 6 പേർ മരിച്ചു. ഒരാഴ്ച മുൻപ് പുലർച്ചെ നടന്ന ബൈക്ക് അപകടത്തിൽ ഹോട്ടൽ ജീവനക്കാരായ 3 പേരുടെ ജീവൻ പൊലിഞ്ഞതാണ് ഒടുവിലത്തെ സംഭവം. ബൈക്കിൽ പാപ്പനംകോട് നിന്നും കരമനയിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. നീറമൺകര വളവിൽ നിയന്ത്രണം വിട്ട് ബൈക്ക് നടപ്പാതയിലേക്ക് പാഞ്ഞുകയറി കോൺക്രീറ്റ് തൂണിൽ തലയിടിച്ചാണ് മരിച്ചത്. രാത്രികാലങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ 3 പേരുടെ മരണത്തിനിടയാക്കിയതിന് ശേഷം സത്യം പറഞ്ഞാൽ കിടന്നുറങ്ങാൻ രാത്രി പേടിയാണ്. ഞാൻ ഉറങ്ങിയിട്ട് തന്നെ അതൊരു വല്ലാത്ത അവസ്ഥയാണ്. എപ്പോഴെങ്കിലും ഒന്ന് കണ്ണടഞ്ഞാലായി. കാരണം ഇതെപ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളൊരു നിലയിലാണ്. 14കാരൻ ഓടിച്ച കാർ നിയന്ത്രണം വിട്ട് കുഴിയിലേക്കു തലകീഴായി മറിഞ്ഞത് ദിവസങ്ങൾക്ക് മുൻപാണ്. കാർ ഓടിച്ചിരുന്ന 14കാരനും സുഹൃത്തായ 17കാരനും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. 6 മാസം മുൻപ് വിമാനത്താവളത്തിലേക്ക് പോയ കാറും സമാന രീതിയിൽ കുഴിയിൽ വീണിരുന്നു. മര്യാദയ്ക്ക് പോണവർക്ക് ഒരു സംഭവം പറ്റണില്ല. വളവ് തന്നെ വളവ് ശരിയല്ല. സംഭവിക്കേണ്ടത് സംഭവിച്ചുകൊണ്ടിരിക്കുക തന്നെ. അവിടെ ഒരു പെണ്ണ് വന്ന് ഒരു 4-5 വർഷത്തേക്ക് മുമ്പ് അത് വണ്ടിയിൽ കയറ് ചുറ്റി വന്ന് വിഴുന്നത്. ഇവിടെ വന്ന് ഒരടി അടിച്ച് അത്രയും തന്നെ. ഞാൻ ഇവിടെ നിന്ന് വെള്ളം അവിടെ കൊണ്ട് എത്തുമ്പോൾ പെണ്ണ് അനക്കമില്ല, ഒന്നുമില്ല. പിന്നെ ഈ ഡിവൈഡ് നമ്മൾ ഇവിടെ ഒരു സുരക്ഷാ ഒരു കമ്പി ഉണ്ടായിരുന്നു. അതൊക്കെ ആണെങ്കിൽ വണ്ടിയിൽ ഇടിച്ചിടിച്ചാണ് അങ്ങ് അറ്റം തൊട്ട് ഇങ്ങേറ്റം വരെ ഉണ്ടായിരുന്നു. അത് ഈ വണ്ടികളൊക്കെ ഇടിച്ചാണ് കൂടുതൽ നശിച്ചു പോയത്. പിന്നെ അതിനുശേഷം ഇതൊരിക്കൽ വെക്കാനോ, പിന്നെ ഇവിടെ പറയുമ്പോൾ 2 വീടുകളുണ്ട്. അതൊന്നും സുരക്ഷ ഇപ്പം ഇല്ലാത്തൊരു അവസ്ഥയിലാണ് പോകുന്നത്. കാരണം എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. വാഹനങ്ങൾ വളവിലെത്തുമ്പോൾ നിയന്ത്രണം തെറ്റി വളവിനോട് ചേർന്ന 30 അടി താഴ്ചയുള്ള കുഴിയിലേക്ക് മറിഞ്ഞു വീണാണ് ഏറെയും അപകടം. നടപ്പാതയിൽ ഇടിച്ചു കയറിയും കൈവരികളിൽ തട്ടിയുമാണ് വാഹനങ്ങൾ കുഴിയിലേക്ക് വീഴുന്നത്. വളവിലുള്ള റോഡിൽ സ്ഥാപിച്ചിട്ടുള്ള കോൺക്രീറ്റ് തൂണിൽ ബൈക്കുകൾ ഇടിച്ചു കയറി അപകടം സംഭവിക്കുന്നതും സ്ഥിരം സംഭവമാണ്. പാലത്തിലേക്ക് കയറുന്നതെന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒറ്റ റോഡാണ്. ഇത് ഇവിടെ വരുമ്പോൾ ഒരു വലിയൊരു കൊടുംവളവ്. നേരെ ചെന്ന് വീഴുന്നത് ഈ 20-25 അടി താഴ്ചയുള്ള ഇതിലേക്കാണ് ചെന്ന് വീഴുന്നത്. പാപ്പനംകോട് മുതൽ നീറമൺകര വരെ നേരെയുള്ള റോഡ്. നീറമൺകര എത്തുമ്പോൾ കരമന പഴയ പാലത്തിലേക്ക് റോഡ് തിരിയും. ഇത് ശ്രദ്ധിക്കാതെ വരുന്നവരാണ് അപകടത്തിൽപ്പെടുന്നവരിലധികം. അപകടങ്ങൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ ഇവിടെ സുരക്ഷാ സംവിധാനങ്ങൾ വേണം. നീറമൺകര വളവിൽ സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കണം. റംശശിക്കൊപ്പം ജി സരീഷ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.